നമ്മുടെ അടുത്ത ടോപ്പിക്ക് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഇൻ ജബ്ര കൾട്ടിവേഷൻ ആണ്. അതിനെ സ്പെഷ്യൽ ഓപ്പറേഷൻസ്, സ്പെഷ്യൽ ഹോർട്ടിക്കൾച്ചർ പ്രാക്ടീസസ്, സ്പെഷ്യൽ കൾച്ചറൽ പ്രാക്ടീസസ് എന്നൊക്കെ പറയും. ഇത് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. 4 സ്പെഷ്യൽ ഓപ്പറേഷൻസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഡിസ്ബഡിങ്, ഡീലീഫിംഗ്, റേക്കിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. ഫസ്റ്റ് ഓൺ ഡിസ്ബഡിങ്. പേരിൽ നിന്ന് തന്നെ അറിയാം, ബഡുകളെ, പുതിയ വരുന്ന പൂമൊട്ടുകളെ മുറിച്ച് മാറ്റുന്നതിനെയാണ് ഡിസ്ബഡിങ് എന്ന് പറയുന്നത്. നട്ട് 6 മുതൽ 7 ആഴ്ചയ്ക്ക് ശേഷം ഫ്ലവേഴ്സ് വന്നു തുടങ്ങും. പക്ഷെ ഫ്ലവേഴ്സ് അല്ല, പൂമൊട്ടുകൾ. ആ തുടക്കത്തിലുള്ള പൂമൊട്ടുകളെ നമ്മൾ വിടർന്നു വരാൻ അനുവദിക്കില്ല. അതിനെ മുറിച്ച് മാറ്റി കളയുന്ന പ്രോസസ്സാണ് ഡിസ്ബഡിങ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ചെടിയുടെ വളർച്ചയ്ക്ക് കൂടുതൽ കരുത്തും കിട്ടും. അതുപോലെ പിന്നീട് ഉണ്ടാവുന്ന പൂക്കൾ നല്ലതുമായിരിക്കും. അങ്ങനെ നമ്മൾ 2 മാസത്തിന് ശേഷമുള്ള പൂക്കളെ വരുന്ന പൂമുട്ടുകളെ മാത്രമേ വളരാൻ അനുവദിക്കുന്നുള്ളൂ. ഇതാണ് ഡിസ്ബഡിങ്. ഡീലീഫിംഗ് ആണ് അടുത്തത്. ലീവ്സിനെ റിമൂവ് ചെയ്യുക. ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ലീവ്സിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡീലീഫിംഗ് എന്ന് പറയുന്ന കൾച്ചറൽ ഓപ്പറേഷൻ. ഉണങ്ങിയത് അല്ലെങ്കിൽ ഏതെങ്കിലും രോഗങ്ങൾ ബാധിച്ചതും അല്ലെങ്കിൽ അഴുകാൻ തുടങ്ങുന്നതുമായിട്ടൊക്കെയുള്ള ഇലകളുണ്ടാവും. ആ ഇലകളെ മുറിച്ച് മാറ്റുന്ന ഒരു സാനിറ്റേഷൻ പ്രോസസ്സ് എന്ന് പറയാം ഡീലീഫിങ്ങിന്. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ രോഗങ്ങളും കീടങ്ങളും വരാതിരിക്കും. ഉണങ്ങിയ ഇലകൾ അല്ലെങ്കിൽ അഴുകി തുടങ്ങുന്നതൊക്കെ ഉണ്ടാകുമ്പോഴാണ് പെസ്റ്റും ഡിസീസും കൂടുതലായി കണ്ടുവരുന്നത്. അപ്പോൾ അതിനെ റിമൂവ് ചെയ്ത് മാറ്റുന്നതാണ് ചെടിയുടെ വളർച്ചയ്ക്ക് നല്ലത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ പുതിയ ഇലകൾ, നല്ല ഇലകൾ വരും. ക്രൗഡിങ്, ആ ഇലകളെല്ലാം കൂടെ വന്ന് തിങ്ങിക്കൂടി സൂര്യപ്രകാശം ഉള്ളത്തെ ഭാഗത്ത് എത്താത്ത പ്രശ്നം ഇവിടെ വരുന്നില്ല. അപ്പോൾ പുതിയ ഇലകൾ വരുന്നു. ഇലകളുടെ ശേഷം വരുന്ന പുതിയ പൂക്കൾ നല്ല ക്വാളിറ്റി ഉള്ള പൂക്കളാവുന്നു. അങ്ങനെ ഡീലീഫിംഗ് പ്രോസസ്സ് കൊണ്ടും ചെടിയുടെ കരുത്ത് കൂട്ടുന്നു. അങ്ങനെ കൂടുതൽ നല്ല പൂക്കൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അടുത്ത പ്രോസസ്സാണ് റേക്കിംഗ്. റേക്കിംഗ് എന്ന് വെച്ചാൽ മണ്ണിളക്കുക. വേര് നന്നായിട്ട് ഓടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റേക്കിംഗ് പ്രോസസ്സ് ചെയ്യുന്നത്. ഹാൻഡ് റേക്കുകളാണ് സാധാരണ നമ്മൾ റേക്കിങ്ങിന് ഉപയോഗിക്കുന്നത്. ചെടികളിൽ നിൽക്കുന്ന വരികളുടെ ഇടയിലും 2 വരികളുടെ ഇടയിലുമുള്ള മണ്ണ് വേരുകൾ പൊട്ടാതെ ശ്രദ്ധയോടെ ഇളക്കി കൊടുക്കുന്ന പ്രോസസ്സ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വായുസഞ്ചാരം, മണ്ണിൽ വായുസഞ്ചാരം കൂടും. ജർബറ പൂക്കൾക്ക് അല്ലെങ്കിൽ ചെടികൾക്ക് വളരെയധികം ആവശ്യമാണ് വേരുകളുടെ വായുസഞ്ചാരം. വേരുകൾ നിൽക്കുന്ന ഭാഗത്തുള്ള വായുസഞ്ചാരം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് റേക്കിംഗ് പ്രോസസ്സ് ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ ചെടിയുടെ വളർച്ച നന്നായിട്ട് നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നല്ല വേരുകളുണ്ട്. അപ്പോൾ വേരുകൾ നമ്മൾ കൊടുക്കുന്ന ന്യൂട്രിയൻസ് അല്ലെങ്കിൽ വളങ്ങൾ മണ്ണിൽ നിന്ന് നന്നായിട്ട് വലിച്ചെടുക്കുന്നു. അങ്ങനെ കരുത്തോടെ വളർന്ന് നല്ല പൂമൊട്ടുകൾ നമുക്ക് ലഭിക്കുന്നു. അപ്പം ഇതുകൊണ്ടാണ് റേക്കിംഗ് ചെയ്യണം എന്ന് പറയുന്നത്. അത് ഒരു മാസത്തിൽ 2 തവണ, അതായത് 15 ദിവസം ഇന്റർവെല്ലിൽ മണ്ണിളക്കി കൊടുക്കുക. ആപ്ലിക്കേഷൻ ഓഫ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. ജിബർലിക് ആസിഡും സൈക്കോസെൽ അഥവാ ക്ലോർമെക്കാറ്റ് ക്ലോറൈഡുമാണ് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 2 ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. GA3 ഉപയോഗിക്കുന്നത് 10 to 1000 ppm. അത് നമ്മുടെ ആവശ്യമനുസരിച്ച് വേരി ചെയ്തിരിക്കും അതിൻ്റെ കോൺസെൻട്രേഷൻ. ജിബർലിക് ആസിഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഫ്ലവറിൻ്റെ കൂടുതൽ വലിപ്പമുള്ള പൂക്കൾ കിട്ടും. വലിപ്പമുള്ള പൂക്കൾക്ക് കൂടുതൽ വില കിട്ടുന്നു. അതേപോലെ അതിൻ്റെ സ്റ്റെം ലെങ്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ലെങ്തും കൂടുതലാണെങ്കിൽ കൂടുതൽ വില കിട്ടുന്ന പൂക്കളുടെ ഗ്രേഡിലേക്ക് നമുക്ക് അവയെ മാറ്റാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ജിബർലിക് ആസിഡ് സ്പ്രേ ചെയ്യുന്നത് വളരെയധികം പ്രയോജനമാണ്. ക്ലോർമെക്കാറ്റ് ക്ലോറൈഡ് ഉപയോഗിക്കുന്നത് ചെടിയുടെ വളർച്ചയെ ഒന്ന് ഡ്വാഫൻ ചെയ്ത് നിർത്താനാണ്. അങ്ങനെ ബാക്കിയുള്ള വെജിറ്റേറ്റീവ് ഗ്രോത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ പൂക്കളുടെ വളർച്ച കൂടും. അങ്ങനെ വെജിറ്റേറ്റീവ് ഗ്രോത്ത് കുറച്ച് വലിയ പൂക്കളെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്ലോർമെക്കാറ്റ് ക്ലോറൈഡ് ഉപയോഗിക്കുന്നത്. പക്ഷെ പലപ്പോഴും കണ്ടുവരുന്നത് അത് ഉപയോഗിക്കുന്നത് കൊണ്ട് ചെടിയുടെ പൂക്കളുടെ സ്റ്റെം ലെങ്ത് കുറയും, പക്ഷേ പൂക്കളുടെ ഡയമീറ്റർ കൂടുന്നു. അപ്പോൾ നമ്മുടെ ആവശ്യമനുസരിച്ച് നമ്മൾ ക്ലോർമെക്കാറ്റ് ക്ലോറൈഡോ ജിബർലിക് ആസിഡോ സെലക്ട് ചെയ്ത് സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കുക. പ്ലാന്റ് പ്രൊട്ടക്ഷൻ ഓഫ് ജർബറ. കൃഷി ചെയ്യുമ്പോൾ രോഗങ്ങളും കീടങ്ങളും അതല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ്, ഫെർട്ടിലൈസർ ഡെഫിഷ്യൻസി കൊണ്ട് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ കൊണ്ട് പല കേടുകളും ചെടികൾക്ക് വരാം. ഇതിനെ ഒന്ന് പരിചയപ്പെടാം. അതാണ് ഈ പ്ലാന്റ് പ്രൊട്ടക്ഷൻ
ഭാഗത്ത് വരുന്നത്. അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ ആ പെസ്റ്റ് അല്ലെങ്കിൽ രോഗങ്ങളും കീടങ്ങളും എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക മാത്രം ചെയ്യുന്നു. പെസ്റ്റ് അഥവാ കീടങ്ങൾ: വൈറ്റ് ഫ്ലൈ, ലീഫ് മൈനർ, കാറ്റർപില്ലർ, സ്നെയിൽ ഇവയാണ് സാധാരണയായി നമ്മൾ ജർബറ കൃഷിയിൽ കണ്ടുവരുന്ന കീടങ്ങൾ. ഫസ്റ്റ് വൺ വൈറ്റ് ഫ്ലൈ, വെള്ളീച്ചകൾ മറ്റു പല ചെടികളിലും നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അതേ വെള്ളീച്ചകൾ തന്നെയാണ് ഇവിടെ ഈ ആക്രമിക്കുന്നത്. ഇവ ചെടികളുടെ ഇലകളുടെ ചോട്ടിൽ ഒക്കെ ഇരുന്ന് നീരൂറ്റി കുടിക്കും. അങ്ങനെ നീരൂറ്റി കുടിക്കുന്നതുകൊണ്ട് ഇലകൾ ചുരുണ്ടു പോകുന്നു. അതിനുശേഷം അത് കരിഞ്ഞു പോകും. നീരൂറ്റി കുടിച്ചത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഇത് വരുന്നത്. ഇത് ഒന്നോ രണ്ടോ എണ്ണമായിട്ടല്ല, ഒരു കൂട്ടമായിട്ടാണ് ചെടികളിൽ നമ്മൾ സാധാരണയായി കാണാറുള്ളത്. അപ്പോൾ ഇതിനെ കണ്ട് ഏതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് നല്ലൊരു കൃഷിക്ക് ആവശ്യമാണ്. അടുത്തത് ലീഫ് മൈനർ. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ഇലകളുടെ മുകളിൽ ഒരു സിക്സാഗ് രീതിയിൽ, കൃത്യമായ ലൈനുകളല്ല, വളഞ്ഞ് ഒക്കെ ഉള്ള ഒരു വരകൾ പോലെ വെള്ള കളറിൽ പൊള്ളിയ പോലെയുള്ള അടയാളമാണ് കാണുന്നത്. അതിന് കാരണം ഇതും ചെറിയ സൂക്ഷ്മജീവികളാണ് ഇലയുടെ എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ ഭാഗത്ത് ഇരുന്ന് നീരൂറ്റി കുടിച്ച് ഇലകളുടെ സർഫസിനെ നശിപ്പിക്കുന്നു. അങ്ങനെ ഇലകളുടെ നീരൂറ്റി കുടിക്കുന്ന ജീവികൾ, ഈ വൈറ്റ് ഫ്ലൈ ആണെങ്കിലും ലീഫ് മൈനർ ആണെങ്കിലും ഹരിതകം ഉള്ള ഭാഗം, ചെടിയുടെ ഹരിതകം ഉള്ള ഭാഗം നിലനിന്നാൽ മാത്രമേ നല്ല പൂക്കൾ നമുക്ക് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ഹരിതകം ഉള്ള ഭാഗത്തിന് കേടുവരുത്തുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ കീടങ്ങൾ വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം, അവയെ ഇല്ലാതാക്കണം എന്ന് പറയുന്നത്. അടുത്ത പെസ്റ്റാണ് കാറ്റർപില്ലേഴ്സ്, ചെറിയ പുഴു. പൂക്കളിലാണ് ഈ പുഴുവിനെ കണ്ടുവരുന്നത്. പൂവ് ഇരുന്ന് കാർന്ന് തിന്നതിന് ശേഷം ആ പൂക്കൾ വേഗം അഴുകിപ്പോകും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് വില കിട്ടില്ല. ഏറ്റവും നല്ല പൂക്കൾ നമ്മൾ സെയിലിന് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യവും. അടുത്തത് ഒച്ചുകളാണ്. ഓർക്കിഡ്സിൽ ജാബറ, ആന്തൂറിയം ഒക്കെ ഈ ഒച്ചുകളുടെ പ്രശ്നമുണ്ട്, അഥവാ സ്നെയിലുകൾ. അതിനെയും നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈ ചെയ്ത് അതിനെ കളയാനുള്ള മാർഗം സ്വീകരിക്കണം. ഡിസീസസ് അഥവാ രോഗങ്ങൾ: പൗഡറി മിൽഡ്യൂ, ബോട്രിറ്റസ് ഇവ രണ്ടുമാണ് സാധാരണയായി കണ്ടുവരാറുള്ള രോഗങ്ങൾ. രണ്ടും കുമിൾ രോഗങ്ങളാണ്. കുമിൾ അഥവാ ഫംഗസ് എന്നും നമ്മൾ പറയുന്നു. ആദ്യം പൗഡറി മിൽഡ്യൂ. ഇലകളുടെ സർഫസിൽ പൂപ്പൽ ബാധിച്ച പോലെ ഉള്ള ലക്ഷണമാണ് ഈ പൗഡറി മിൽഡ്യൂ മൂലം വരുന്നത്. ആദ്യം ചെറിയ വെള്ളപ്പൊടികളായിട്ട് കാണപ്പെടുന്നു. പിന്നീട് ഇല ഉണങ്ങി ചുളുങ്ങി അതങ്ങ് നശിച്ചു പോകും. ഒരിലയിലൊന്നുമല്ല, എല്ലാ ഇലകളിലും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ചെടി തന്നെ നശിച്ചു പോകും. ബോട്രിറ്റസ് പൂക്കളിലാണ്. പൂക്കൾ ഇത് ഈ പടത്തിൽ കാണുന്നത് പോലെ പൂക്കൾ കരിഞ്ഞുണങ്ങി നിൽക്കുന്ന അടുത്ത വേറൊരു ഫംഗൽ ഡിസീസാണിത്. അപ്പോൾ ഇത് രണ്ടും സാധാരണയായി കണ്ടുവരാറുണ്ട്. അടുത്തത് ജർബറ പൂക്കളുടെ പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ്. വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തെടുത്ത പൂക്കൾ മാർക്കറ്റിൽ എത്തുന്നതിന് മുമ്പ് പല സ്റ്റെപ്പുകളിൽ കൂടെ കടന്നു പോകാനുണ്ട്. കാരണം അത് നശിക്കാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റിൽ വരുന്നത്. പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റിൽ വരുന്ന വിവിധ സ്റ്റെപ്പുകളെയാണ് ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കറക്റ്റ് സ്റ്റേജ് ഓഫ് ഹാർവസ്റ്റിംഗ്, ദെൻ കണ്ടീഷനിങ്, പ്രീ കൂളിംഗ്, പൾസിംഗ്, ഗ്രേഡിംഗ്, പാക്കിംഗ്. ഈ വിവിധ സ്റ്റെപ്പുകളിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്നാണ് അടുത്തത് പഠിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഹാർവസ്റ്റിംഗ് ആണ്. ചെടി നട്ട് ആദ്യം വരുന്ന പൂമൊട്ടുകളെയൊക്കെ നമ്മൾ ഡിസ്ബഡിങ് കൊണ്ട് റിമൂവ് ചെയ്യും. അതിനുശേഷം വരുന്ന പൂമൊട്ടുകൾ വളർന്ന് ഹാർവസ്റ്റിംഗിന് പാകമാകുന്നത് 85 to 90 days ആഫ്റ്റർ പ്ലാന്റിങ്. അതായത് 3 മാസം ആകുമ്പോഴേക്കും നമുക്ക് ആദ്യത്തെ സെറ്റ് ഓഫ് ഫ്ലവേഴ്സ് ലഭിച്ചു തുടങ്ങും. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് സ്റ്റേജിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതേപോലെ ഫ്ലവർ വേസിൽ കുറേ കാലം വെക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് സ്റ്റേജിന് പ്രാധാന്യമുണ്ട്. കേടുകൂടാതെ പൂക്കൾ സൂക്ഷിക്കണം. അടുത്ത പോയിന്റ് ഹാർവസ്റ്റിംഗ് സ്റ്റേജ്. നമ്മൾ ഈ കറക്റ്റ് സ്റ്റേജ് പറഞ്ഞാൽ പോലും അത് വെറൈറ്റി അനുസരിച്ചും ക്ലൈമറ്റ് അനുസരിച്ചും ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ ഹാർവസ്റ്റ് ചെയ്യുന്നത് വലിയ വെയിലില്ലാത്ത സമയത്ത്
രാവിലെ വെയിൽ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വൈകിട്ട് വെയിൽ പോയതിന് ശേഷം ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ഹാർവെസ്റ്റിങ്ങിൽ ശ്രദ്ധിക്കാനുണ്ട്. കറക്റ്റ് സ്റ്റേജ് ഓഫ് ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഔട്ടർ വേൾ ഓഫ് ഫ്ലോററ്റ്സ് ആർ ഫുള്ളി ഓപ്പൺ. മുഴുവനും പൂവും വിടരാൻ നിൽക്കണ്ട, പകരം കുറച്ച് ഇതളുകൾ മാത്രം വിടർന്ന് വരുന്ന സമയത്ത് അവയെ ഹാർവെസ്റ്റ് ചെയ്യുക. പിന്നെ ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ക്ലീൻ സ്റ്റെറിലൈസ് സീക്കേച്ചർ എന്നാണ് നമ്മൾ മറ്റു വിളകളിൽ അല്ലെങ്കിൽ മറ്റു പൂക്കളിൽ പഠിക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു എക്യുപ്മെന്റിന്റെ ആവശ്യമില്ല. നമ്മൾ കൈവച്ച് തന്നെ അതിനെ പുഷ് ഔട്ട് ചെയ്തെടുക്കുകയാണ്. അതിന്റെ ചോട്ടിൽ നിന്ന് ജെന്റിലായിട്ട് പ്രസ് ചെയ്ത് താഴേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് മുകളിലേക്ക് വലിച്ചെടുക്കുന്ന പ്രോസസ്സാണ് ഇത്. കെയർ ടു ബി ടേക്കൺ ഡ്യൂറിങ് ഹാർവെസ്റ്റിംഗ്. ഹാർവെസ്റ്റിംഗിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഏർലി മോർണിംഗ് ഓർ ലേറ്റ് ഈവനിങ്, വെയിലില്ലാത്ത സമയത്ത് ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുക. അതുപോലെ കറക്റ്റ് സ്റ്റേജ് ഓഫ് ഹാർവെസ്റ്റിംഗ് ശ്രദ്ധിക്കണം. പിന്നെ മൂന്നാമത് പറയുന്നത് ഫ്ലവേഴ്സ് ഷുഡ് നോട്ട് ബി കട്ട്. സാധാരണ ചെടികളെ പോലെ മുറിച്ചെടുക്കാൻ പാടില്ല. സീക്കേച്ചറോ സിസേഴ്സോ ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പാടില്ല. പകരം കൈവച്ച് വലിച്ചെടുക്കാനേ പാടുള്ളൂ. കാരണം അങ്ങനെ മുറിച്ചെടുക്കുന്ന അറ്റത്തുകൂടെ പെസ്റ്റും ഡിസീസും കൂടുതലായി ജർബറ പൂക്കളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ഹാർവെസ്റ്റിങ്ങിന് ശേഷമുള്ള സ്റ്റെപ്പാണ് കണ്ടീഷനിങ്. കണ്ടീഷനിങ് പ്രോസസ്സിന് വേറൊരു പേരും കൊണ്ട് ഹാർഡനിങ്. Immediately after harvesting, the basal 4 to 5 cm of the stem should be cut using sharp knife. ഹാർവെസ്റ്റ് ചെയ്യുന്നു, നമ്മൾ അപ്പോൾ നൈഫൊന്നും ഉപയോഗിക്കുന്നില്ല, സീക്കേച്ചർ ഉപയോഗിക്കുന്നില്ല, പകരം കൈവച്ച് നമ്മൾ പുൾ ഔട്ട് ചെയ്തെടുക്കുകയായിരുന്നു. ആ ഫ്ലവേഴ്സിന്റെ അറ്റം ഒന്ന് ചെറുതായിട്ട് മുറിച്ചു കൊടുക്കണം. അതിനുശേഷം the stem is dipped in fresh water at 14 to 15 degrees Celsius. 14 മുതൽ 15 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളത്തിലാണ് ഈ സ്റ്റെമ്മിന്റെ മുക്കി വെക്കുന്നത്. ദാറ്റ് ഈസ് ഡീമിനറലൈസ്ഡ് വാട്ടർ എന്നാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. ഇങ്ങനെ ചെയ്ത് ഹാർഡൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൂടെ എയർ ബ്ലോക്കേജ് വരില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പൂക്കൾ വേഗം വാടിത്തുടങ്ങും. അപ്പോൾ അത് വരാതിരിക്കാനാണ് ഈ വെള്ളത്തിൽ മുക്കുന്ന പ്രോസസ്സ്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഹാർവെസ്റ്റിംഗ് ഇറ്റ് ഷുഡ് ബി കണ്ടീഷൻഡ് എന്നാണ് നമ്മൾ പറയാറ്. എന്നിട്ട് ഈ വെള്ളത്തിൽ മുക്കി വെക്കുന്നതിൻ്റെ കൂടെ കുറച്ച് ബ്ലീച്ചിങ് പൗഡർ അഥവാ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് 7 to 10 ml അല്ലെങ്കിൽ സിട്രിക് ആസിഡ് പ്ലസ് അസ്കോർബിക് ആസിഡ് 5 ml per liter ഈ വെള്ളത്തിലോട്ട് ചേർക്കുന്നതും നല്ലതാണ്. മറ്റ് ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോ സൂക്ഷ്മജീവികളൊന്നും ഈ സ്റ്റെമ്മിൻ്റെ കൂടെ കയറി ചെടികളിൽ അഴുകലോ അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള കേടോ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കെമിക്കൽസ് കൂടെ ചേർക്കാൻ പറയുന്നത്. അപ്പോൾ കണ്ടീഷനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഹാർവെസ്റ്റിംഗ് പൂക്കൾ വെള്ളത്തിൽ മുക്കി വെക്കുന്ന പ്രോസസ്സാണ്. ആ വെള്ളത്തിൽ കെമിക്കൽസ് കൂടെ ചേർക്കാം. അതാണ് കണ്ടീഷനിങ് അഥവാ ഹാർഡനിങ്. തേർഡ് സ്റ്റെപ്പാണ് പ്രീ കൂളിംഗ്. പ്രീ കൂളിംഗ് ടെമ്പറേച്ചർ 2 to 4 ഡിഗ്രി സെൽഷ്യസ് ആണ് ജർബറ പൂക്കൾക്ക് സാധാരണ നമ്മൾ കൊടുക്കാറുള്ളത്. ഇവിടെ കാണിച്ചിരിക്കുന്ന പിക്ചറിൽ ആദ്യത്തെ പിക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി ഹാർവെസ്റ്റ് ചെയ്ത ഉടനെ ബക്കറ്റിൽ വെച്ചിരിക്കുന്നു. അടുത്തത് പ്രീ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചേംബറിൽ പൂക്കളെ അടുക്കി വെച്ചിരിക്കുന്നു. ആ പ്രീ കൂളിംഗ് നമുക്ക് പല വിധത്തിലും ചെയ്തെടുക്കാവുന്നതാണ്. ടെമ്പറേച്ചർ ശ്രദ്ധിച്ചാൽ മാത്രം മതി. 2 to 4 ഡിഗ്രി സെൽഷ്യസ്. ഹാർവെസ്റ്റ് ചെയ്തെടുത്ത പൂക്കളെ ജെലാറ്റിൻ കവറിലേക്ക് ഇട്ട് സൂക്ഷിക്കാറാണ് പതിവ്. അതിൻ്റെ തണ്ടിൻ്റെ അഗ്രഭാഗത്തൂടെ മുകളിലേക്കാണ് ആ കവർ കയറ്റി വെക്കുന്നത്. എന്നിട്ട് ആ തണ്ടിൻ്റെ ഭാഗത്ത് തന്നെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കും. അതിനുശേഷം മുകളിൽ ഉള്ള ഭാഗം തുറന്നു തന്നെ ഇരിക്കുകയും ചെയ്യും. ഇതിനെ പല ബഞ്ചുകളാക്കി ട്രാൻസ്പോർട്ടേഷന് കൊടുക്കുന്നു. ഇങ്ങനെ ജെലാറ്റിൻ പ്ലാസ്റ്റിക് കവറിലാക്കിയ പൂക്കളെ ബഞ്ചുകളാക്കി അടുക്കണം. അങ്ങനെ ഓരോ ബഞ്ചിൽ 10 മുതൽ 20 പൂക്കൾ വരെ സാധാരണ ഉണ്ടാവാറുണ്ട്. ചെറിയ പൂക്കളാണെങ്കിലാണ് നമ്മൾ 20 സ്റ്റെം വരെ അങ്ങനെ അടുക്കി വെക്കുന്നത്. അതേസമയം വലിയ പൂക്കളാണെങ്കിൽ 10 ഫ്ലവേഴ്സ് പെർ ബഞ്ച് എന്നാണ് അതിൻ്റെ കണക്ക്. പിന്നെ ഈ ബണ്ടിൽസ് എല്ലാം കൂടെ ഓരോ ബണ്ടിൽസും അതിൻ്റെ ചോട്ടിൽ ടൈ ചെയ്ത് വെച്ചാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റിലെ സ്റ്റെപ്പാണ് ഗ്രേഡിംഗ്. അതിനെ തരം തിരിക്കുക. ഏറ്റവും നല്ല ഗ്രേഡിനാണ് കൂടുതൽ വില കിട്ടുന്നത്. അപ്പോൾ ആ ഗ്രേഡിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. അതായത് ഫ്ലവറിൻ്റെ കളറ്, ഏറ്റവും ഡിമാൻഡുള്ള കളർ സെലക്ട് ചെയ്യണമെന്നൊക്കെ നമ്മൾ ആദ്യം പഠിച്ചിരുന്നു. അതേപോലെ ഫ്ലവർ കളറ്, ഫ്ലവറിൻ്റെ സൈസ്, അതിൻ്റെ തണ്ടിൻ്റെ ലെങ്ത്, അതായത് സ്റ്റോക്ക് ലെങ്ത്, ഫ്ലവർ കളർ, ഫ്ലവർ സൈസ്, സ്റ്റോക്ക് ലെങ്ത്, ഇതിനൊക്കെ അനുസരിച്ച് പല പല ഗ്രേഡുകളായിട്ട് നമുക്ക് മാറ്റാം.
ഏറ്റവും നല്ല ഗ്രേഡ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ലെങ്ത് 10 മുതൽ 12 സെന്റിമീറ്റർ എന്നുള്ളതാണ്. മോർ ദാൻ 12 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ വില കിട്ടുന്നത്. അപ്പോൾ അതനുസരിച്ച് ഗ്രേഡ് ചെയ്തിരിക്കുന്നതാണ്. ഒന്നാമത്തെ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ 7 to 8 സെന്റിമീറ്റർ, അങ്ങനെ അഞ്ചാമത്തെ ഗ്രേഡ് മോർ ദാൻ 12 സെന്റിമീറ്റർ. ഇത് മാത്രമല്ല, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഫ്ലവർ കളർ അനുസരിച്ച് ഗ്രേഡ് ചെയ്യാം. ഫ്ലവറിന്റെ സൈസ് അല്ലെങ്കിൽ അതിന്റെ ഡയമീറ്റർ അനുസരിച്ചും ജബ്ര പൂക്കളെ ഗ്രേഡ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പാണ് പാക്കേജിങ്. പാക്കേജിങ് സമയത്ത് നമ്മൾ സാധാരണ കൊറുഗേറ്റഡ് കാർഡ്ബോർഡ് ബോക്സ് ആണ് ഉപയോഗിക്കുന്നത്. അതിന്റെ സൈസ് 98 സെന്റിമീറ്റർ, 40 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ ഉള്ള അളവിലുള്ള കൊറുഗേറ്റഡ് കാർഡ്ബോർഡ് ബോക്സ് അല്ലെങ്കിൽ കൊറുഗേറ്റഡ് ഫൈബർ ബോർഡ് ബോക്സ് ഉപയോഗിക്കാം. അതിൻ്റെ അകത്ത് അടുക്കുമ്പോൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ അടുക്കാൻ ശ്രദ്ധിക്കണം. അതിൻ്റെ സ്റ്റോക്ക് അറ്റം അഗ്രഭാഗം അടുത്ത് വരുന്നത് പോലെയും പൂക്കള് കാർഡ്ബോർഡ് ബോക്സിന്റെ സൈഡിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വെച്ചിട്ടുമാണ് ഇതിൽ അടുക്കി വെക്കേണ്ടത്. അങ്ങനെ സ്റ്റോർ ചെയ്തതിനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ് ട്രാൻസ്പോർട്ടേഷൻ. ഇങ്ങനെ പൂക്കള് കൃത്യമായ രീതിയിൽ പാക്ക് ചെയ്ത ബോക്സുകളിൽ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഈ ബോക്സുകളിൽ വെന്റിലേഷൻ ഉണ്ടെന്ന് ഉറപ്പാക്കണം. വായു സഞ്ചാരമില്ലെങ്കിൽ പൂക്കൾ അവിടെ നിന്ന് അഴുകിപ്പോകും. അത് വരാതിരിക്കാനാണ് വായു സഞ്ചാരം ഉറപ്പാക്കേണ്ടത്. അതേപോലെ ഈ ബോക്സുകളെ പല തട്ടുകളായിട്ട് വെച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി റെഫ്രിജറേറ്റഡ് അല്ലെങ്കിൽ കൂളായിട്ടുള്ള വാഹനങ്ങളിലാണ് കൊണ്ടുപോകുന്നത്. അതായത് റെഫ്രിജറേറ്റഡ് വാൻസ് ടു ദ എയർപോർട്ട്. അതിനുശേഷം അവിടെ നിന്നും റെഫ്രിജറേറ്റഡ് കണ്ടീഷനിലാണ് പൂക്കളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഏകദേശം എത്ര പൂക്കൾ നമുക്ക് കിട്ടുമെന്ന് നോക്കാം. ലോ കോസ്റ്റ് പോളി ഹൗസ് ആണെങ്കിൽ 200 മുതൽ 300 ഫ്ലവേഴ്സ് ആണ് ഒരു വർഷം നമുക്ക് ഒരു സ്ക്വയർ മീറ്ററിൽ നിന്ന് ലഭിക്കുന്നത്. അതായത് ഒരു ചെടിയിൽ നിന്ന് 20 മുതൽ 30 ഫ്ലവേഴ്സ്. മൂന്നാറിലൊക്കെ 20 തൊട്ട് 25 ഫ്ലവേഴ്സ് വരെ ലഭിക്കുന്ന കർഷകരുണ്ട്. അതേസമയം ബാംഗ്ലൂരിലൊക്കെ 40 അല്ലെങ്കിൽ 45 ഒക്കെ ഒരു ചെടിയിൽ നിന്ന് തന്നെ ലഭിക്കും എന്ന് പല കർഷകരും പറയുന്നുണ്ട്. അതൊക്കെ വെറൈറ്റി അനുസരിച്ചിരിക്കും. അതുപോലെ ക്ലൈമറ്റ്, നമ്മൾ കൊടുക്കുന്ന എൻവയോൺമെന്റ് കണ്ടീഷൻ ഒക്കെ അനുസരിച്ച് വ്യത്യാസം വരും. എന്നാലും ആവറേജ് നമ്മൾ പറയുകയാണെങ്കിൽ 200 തൊട്ട് 300 ഫ്ലവേഴ്സ് ഒരു സ്ക്വയർ മീറ്ററിൽ നിന്ന് ലഭിക്കും. അതേസമയം ഓപ്പൺ കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് വർഷം മുഴുവൻ കൃഷി ചെയ്യാൻ പറ്റില്ല, നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ 20 തൊട്ട് 150 ഫ്ലവേഴ്സ് ആണ് ലഭിക്കുന്നത്. ആക്ടിവിറ്റി 2, ആക്ടിവിറ്റി 1 നിങ്ങളെല്ലാം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ സ്പെഷ്യൽ ഓപ്പറേഷൻ ഇൻ ജബ്ര. ജബ്ര കൃഷിയിലെ സ്പെഷ്യൽ ഓപ്പറേഷൻസ്, 4 സ്പെഷ്യൽ ഓപ്പറേഷൻ ആണ് നമ്മൾ പഠിച്ചത്. അതിനെപ്പറ്റി ചെറിയൊരു നോട്ട് തയ്യാറാക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആപ്ലിക്കേഷൻ ഓഫ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഇൻ ജബ്ര. നമ്മൾ ഉപയോഗിക്കുന്ന 2 ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആണ്. അതിൻ്റെ ആപ്ലിക്കേഷനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്തുക. അടുത്ത് ഹാർവെസ്റ്റിംഗ് സ്റ്റേജ്. ക്രോപ്പിന്റെ ഹാർവെസ്റ്റിംഗ് സ്റ്റേജ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഹാർവെസ്റ്റിംഗ് സ്റ്റേജ് എക്സ്പ്ലെയിൻ ചെയ്യുക. കണ്ടീഷനിങ് ആൻഡ് പ്രീ കൂളിംഗ് മൂന്നാമത്തെ സ്റ്റെപ്പുകളാണ്. കണ്ടീഷനിങ് അഥവാ ഹാർഡനിങ്ങും പ്രീ കൂളിങ്ങും. അത് ഡിസ്ക്രൈബ് ചെയ്യുക. ഡിസ്ക്രൈബ് ദ പ്രൊസീജിയർ ഓഫ് പാക്കേജിങ്. എങ്ങനെയാണ് അത് ഫ്ലവേഴ്സ്, ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ് എങ്ങനെ പാക്ക് ചെയ്യും, അതേപോലെ ഓരോ ബഞ്ചുകൾ എങ്ങനെ കാർഡ്ബോർഡ് ബോക്സിനുള്ളിൽ പാക്ക് ചെയ്യും, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ആക്ടിവിറ്റി 2ന്റെ തന്നെ കണ്ടിന്യൂഷൻ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ദ ഫോളോയിങ്. ഡിസ്ബഡിങ്, ഡീലീഫിംഗ്, റേക്കിംഗ് ഇവ മൂന്നും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് ഒറ്റ സെന്റൻസിൽ ഉത്തരം എഴുതുക. അടുത്തത് ഷോർട്ട് നോട്ട് ഓൺ മെത്തേഡ് ഓഫ് ഹാർവെസ്റ്റിംഗ്. ഹാർവെസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്? സാധാരണ റോസിനൊക്കെ ഒരു ചെറിയ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളിവിടെ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. നൈഫ് ഉപയോഗിച്ചല്ല, കൈവച്ച് വലിച്ചെടുക്കുകയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ മെത്തേഡ് ഓഫ് ഹാർവെസ്റ്റിംഗ്. അത് എക്സ്പ്ലെയിൻ ചെയ്യുക. എ ഷോർട്ട് നോട്ട് ഓൺ ഗ്രേഡിംഗ് ഇൻ ജർബറ. അതിൻ്റെ ഗ്രേഡിംഗ് ഒന്ന് നോട്ടാക്കുക. അടുത്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോക്സസ്. പാക്കേജിന് ഉപയോഗിക്കുന്ന 2 തരം ബോക്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അളവും ആ 2 തരം ഏതാണെന്നും ഒന്ന് നോട്ട് ചെയ്ത് എഴുതുക. റൈറ്റ് എ നോട്ട് കമ്പയറിംഗ് ദ ഈൽഡ് ഫ്രം ജർബറ കൾട്ടിവേഷൻ. അതിൽ നിന്ന് എത്ര വിളവ് കിട്ടും എന്നുള്ളതൊന്ന് ഓപ്പൺ കണ്ടീഷനും പോളി ഹൗസും കമ്പയർ ചെയ്ത് എഴുതുക. അടുത്തത് 3, നെയിം ദ ഫോളോയിങ്. 2 ഗ്രോത്ത് റെഗുലേറ്ററിന്റെ പേര്, അതുപോലെ സോയിലില് ജർബറ കൃഷി ചെയ്യുമ്പോൾ മണ്ണിലെ എയറേഷൻ, വായു സഞ്ചാരം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അത് എങ്ങനെയാണ് കൊടുക്കുന്നത്? പിന്നെ ഏതെങ്കിലും 2 ഫംഗസ് കൊണ്ടുണ്ടാകുന്ന കുമിൾ രോഗങ്ങൾ സാധാരണ ജർബറയിൽ ഏതാണ് ഉണ്ടാവുന്നതെന്ന് പേരെഴുതുക.
അടുത്തത് നിങ്ങൾക്ക് എഴുതാനുള്ള ഒരു അസൈൻമെന്റ് ആണ് സക്സസ് സ്റ്റോറി ഓഫ് ഫാമേഴ്സ് ഓൺ പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ ഓഫ് ജർബറ എന്നാണ് ടോപ്പിക്ക് നിങ്ങൾ കൊടുക്കേണ്ടത്. വിജയകരമായി സംരക്ഷിത ഗ്രഹങ്ങളിൽ ജർബറ പൂക്കൾ കൃഷി ചെയ്ത ഫാമറിന്റെ വിജയ കഥ അല്ലെങ്കിൽ വിജയകരമായ കൃഷി ചെയ്ത രീതി. ഈ കൊടുത്തിരിക്കുന്ന 2 യൂട്യൂബ് ലിങ്ക്, ഒന്ന് ഫാം ഇൻഫോർമേഷൻ ബ്യൂറോയുടെ 100 മേനി 392 എപ്പിസോഡാണ്. അടുത്തത് കിസാൻ കേരളയുടെ കൾട്ടിവേഷൻ ഓഫ് ജർബറ എന്ന ഹെഡിങ്ങിലുള്ള ഒരു വീഡിയോയാണ്. ഈ 2 വീഡിയോസ് നിങ്ങൾ 2 or 3 പ്രാവശ്യം കണ്ടിട്ട് അതിൻ്റെ കൾട്ടിവേഷൻ ആസ്പെക്ട്സ് മാത്രം എടുത്ത് ഒരൊറ്റ അസൈൻമെൻ്റ് ആക്കി എഴുതി നിങ്ങളുടെ ടീച്ചേഴ്സിന് സബ്മിറ്റ് ചെയ്യുക.